നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, പാരീസിലെ തിയേറ്റർ ഡു ചാറ്റ്ലറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ലണ്ടനിൽ വെച്ചിട്ടാണ്. അത് ഒക്ടോബർ 26, 2026 ഒക്ടോബർ 26 ഇത് സമ്മാനിക്കും എന്ന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി ആർക്കാണ് ഇത്തവണത്തെ ബാലൻഡിയോർ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പിന്നാലെ വരും. നോമിനേഷൻ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ വരും. ഇതിൽ പെർഫോമൻസ് പരിഗണിക്കുന്നത് 2025 ഓഗസ്റ്റ് 1 മുതൽ 2026 ജൂലൈ 31 വരെയുള്ള താരങ്ങളുടെ പ്രകടനങ്ങൾ പരിഗണിച്ചിട്ടാണ് നോമിനേഷൻ ലിസ്റ്റ് വരിക. അപ്പോൾ നമുക്കറിയാം ഈ വേൾഡ് കപ്പ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ചോദ്യം, ലയണൽ മെസ്സിക്ക് ഇത്തവണത്തെ ബാലൻഡിയോർ കിട്ടുമോ? അതിപ്പോൾ യൂറോപ്പ് കളിക്കാത്ത താരങ്ങൾക്ക് ബാലൻഡിയോർ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ ഈ ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യൻ താരങ്ങൾക്ക് മാത്രമുള്ളതായിരുന്നു. അതിനുശേഷം പിന്നെ ആ റൂളൊക്കെ മാറ്റി യൂറോപ്പിന് പുറത്തുള്ളവർക്കും കിട്ടാൻ തുടങ്ങി. അപ്പോഴും യൂറോപ്യൻ ക്ലബിലല്ലാതെ കളിക്കുന്ന ഒരു താരത്തിന് മുമ്പ് ബാലൻഡിയോർ കിട്ടിയിട്ടുണ്ടോ ചോദ്യമാണ്. അപ്പം മെസ്സി ഇപ്പം MLS കളിക്കുന്നത്, അദ്ദേഹത്തിന് ബാലൻഡിയോർ അങ്ങനെയാണെങ്കിൽ കിട്ടുമോ? ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് ബാലൻഡിയോർ എന്നുള്ളതാണ്. സംശയം ക്ലാരിഫൈ ചെയ്യുന്നു. യെസ്, ഇറ്റ്സ് എൻറ്റയർലി പോസിബിൾ ടു വിൻ ദി ബാലൻഡിയോർ വിത്തൗട്ട് പ്ലേയിങ് ഫോർ എ യൂറോപ്യൻ ക്ലബ്. ഇറ്റ് ജസ്റ്റ് ലുക്സ് ഹാർഡർ ഇൻ ലൈറ്റ് ഓഫ് ഹിസ്റ്ററി. But the growing strength of certain leagues outside Europe are shaking things up. On the women's side, one player has managed it, Megan Rapinoe. സിയാറ്റിലിന് വേണ്ടി കളിച്ചപ്പോൾ 2019 സംഭവമാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വെൻ ഇറ്റ് കംസ് ടു ദി ബാലൻഡിയോർ. എനിവൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ലീഗ് ക്യാൻ ടെക്നിക്കലി ക്ലെയിം ഇറ്റ് എന്ന് ക്ലാരിഫൈ ചെയ്യുന്നു ബാലൻഡിയോർ. ഇത് എന്തിൻ്റെയെങ്കിലുമൊക്കെ സൂചനയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, യൂറോപ്പ് തന്നെ കളിച്ചോളണമെന്നില്ല. യൂറോപ്പ് കളിക്കാത്തൊരു താരത്തിന് ഇതിനു മുമ്പ് വനിതാ വിഭാഗത്തിൽ മെഗാൻ റപ്പിനോക്ക് 2019 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2023 ബാലൻഡിയോർ ലയണൽ മെസ്സി നേടുമ്പോൾ അദ്ദേഹം യൂറോപ്പിലല്ല കളിച്ചുകൊണ്ടിരുന്നത്. ആ ബാലൻഡിയോർ കിട്ടുന്ന സമയത്ത് അദ്ദേഹം MLS പക്ഷേ ആ സമയത്ത് ഈ ബാലൻഡിയോർ പുരസ്കാരത്തിനായി പരിഗണിച്ച സമയം എടുത്തപ്പോൾ അദ്ദേഹം യൂറോപ്പ് തന്നെയായിരുന്നു, PSG ഉണ്ടായിരുന്നത്. പിന്നെ വേൾഡ് കപ്പിലെ പ്രകടനമൊക്കെ 2022 വേൾഡ് കപ്പിലെ പ്രകടനമൊക്കെ 2023 ബാലൻഡിയോറിന് വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഇത്തവണ ഇനിയിപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ് ഇവിടെ ബാലൻഡിയോർ അധികൃതർ തന്നെ നേരിട്ട്. അപ്പോൾ അത് ആരും ഉദ്ദേശിച്ചാണെന്നുള്ളത് വ്യക്തമാണല്ലോ. യൂറോപ്പിന് പുറത്ത് കളിച്ചാലും ബാലൻഡിയോർ കിട്ടും എന്നുള്ളത് അവർ ക്ലാരിഫൈ ചെയ്യുന്നു. സൂചനകൾ എങ്ങോട്ട് എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. വേൾഡ് കപ്പ് ഫൈനലിലും കൂടി കിരീടം ചൂടിയാൽ ലിയോ മെസ്സിക്ക് ഇത്തവണ ബാലൻഡിയോറിന് നല്ല സാധ്യതയുണ്ടെന്ന് അർത്ഥം. 39-ാം വയസ്സിലൊക്കെ ബാലൻഡിയോർ നേടിയാൽ പിന്നെ മെസ്സിയോട് മുട്ടി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ പോലും ഇതാ മുട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നവർക്കൊക്കെ പിന്നെ എന്ത് മറുപടിയായിരിക്കും പറയാനുണ്ടാവുക എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.